കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു വണ്ടർ കളക്ഷൻ ഗൾഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് സ്പെക്ടർ, നമ്മുടെ ഇലക്ട്രിക് റോൾസിന്റെ കാറാണ്. ഇത് ആദ്യത്തെ 3-4 കാർ ദുബായിൽ വന്ന് ഡെലിവറി കൊണ്ടാണ് ഫസ്റ്റ് ലോഞ്ച്. ഇതാണ് ബുഗാട്ടി. ഇത് ഞാൻ 2012 തൊട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദിസ് ഇസ് വെരി യൂണിക് കാർ. അങ്ങനെ ആ കണ്ടില്ല. And look at the condition. This is Bugatti Veyron. ഇതൊരു 1-of-1 കാറാണത്. You can see that special edition. ഇത് 450 സ്പീഡ് വരെ പോവാം. ഞാൻ ഇതിൽ 350 വരെ പോയിട്ട് പറ്റില്ല. ഇത് ദുബായിൽ മറ്റേ സ്കൈ ഡൈവ് റൺവേയിലാണ് അവര് ചെയ്തത് വിത്ത് ഇത് എല്ലാ പ്രൊട്ടക്ഷനും. 350. അതില് റോട്ടിലല്ല ഈ സ്പെഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ ബ്രേക്ക് ഇട്ടപ്പോ ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടി നിന്ന്. അപ്പൊ ഈ 350 സ്പീഡിലൊക്കെ ഒരു ചെറിയ കല്ല് വന്നാലും നമ്മൾ തട്ടി പോകും. അപ്പൊ അതൊന്നും റോട്ടിൽ ഓടിക്കാൻ പറ്റില്ല, എവിടെ പോലും പറ്റില്ല. അത് ടെൽ യു കൻ നോട്ട് ഡ്രൈവ്. എനിക്ക് ഒരു ബുദ്ധിമുട്ട് കയറി എനിക്കാനും പോകാനുള്ള. അതെ, അപ്പൊ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ തടി വെച്ചിട്ടില്ല, നിങ്ങൾ തടി കുറഞ്ഞു. പറ്റുമോ? ഞാൻ കയറില്ല. കംഫർട്ട് അല്ലേ? 100%. ഒരു വണ്ടി മെയിൻ്റനൻസിന് വേണ്ടിട്ട് ഒരു വർഷത്തെ ചെലവാക്കുന്നത് 5 ലക്ഷത്തിന്. നാട്ടിലെ 1.25 കോടി രൂപ വെറും മെയിൻ്റനൻസിന്. ഇൻഷുറൻസ് കാര്യങ്ങളുണ്ടോ? അതിന്റെ സ്പെഷ്യാലിറ്റി ഈ ടയർ ചിലപ്പോൾ കസ്റ്റം മാനുഫാക്ചർ കൊടുക്കാം. അപ്പൊ ഈ റിമ്മ് പോണ ഫാക്ടറിക്ക് ഇന്നത്തെ കസ്റ്റം മാനുഫാക്ചർ ചെയ്യുന്ന വലിയൊരു എക്സ്പീരിയൻസ് ഇട്ടാ. ഒരു വണ്ടിയുടെ ടയർ മാറ്റണമെങ്കിൽ ഇത് എന്താ പറയാ കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ട് 6 മാസം വണ്ടിയുടെ ടയർ മാറ്റാൻ. സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യില്ല. അത് വലിയൊരു കാര്യം കേട്ടോ. സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യാറുണ്ട്. കറക്റ്റാണ്. അല്ല അത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം റോയ് എന്ന ഒരു ബ്രാൻഡ് കോൺഫിഡൻറ്റ് എന്ന ഗ്രൂപ്പ് ഇന്ന് ലോകത്ത് അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ സത്യസന്ധതയും എല്ലാം ട്രാൻസ്പെറൻസി എല്ലാം ഉണ്ട്. പിന്നെ വേറെ കാര്യം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നോ ലോൺ. ധനമല്ല. അപ്പോൾ കടയില്ലാത്തൊരു ബിസിനസ് വളരെ അപൂർവമാണ്. അത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഒപ്പറേറ്റ് ഡ്രൈവ് ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം. അത് വളരെ സന്തോഷമാണ്. ഒപ്പര ഈ ദുബായിയുടെ വീടും വണ്ടികളും കാണാത്ത ആരുമില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡറിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുള്ള ഏറ്റവും നമ്മുടെ എയർപോർട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ പുറത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഏറ്റവും വലിയ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉപ്പയുടെ പരസ്യങ്ങൾ ഒരു രക്ഷയില്ല. ഒരു മലയാളിയുടെ ഒരു സ്ഥാപനം ബാംഗ്ലൂരിൽ ഇത്രയും റിച്ചായിട്ട് ഇത്രയും നമുക്ക് വലിയ അഭിമാനമാണ്. അതുപോലെ തന്നെ ദുബായിൽ വന്നിട്ടുണ്ട്. വലിയ സന്തോഷം. അതിന് മുമ്പ് പുള്ളിയുടെ നല്ല മനസ്സാണ്. പുള്ളിയും വലിയൊരു ബിസിനസ്മാനാണ്. ഇപ്പൊ ക്രേസ് ബിസ്ക്കറ്റ് ആണ് പുള്ളി ലോഞ്ച് ചെയ്യാൻ. ഞാൻ ചെറുപ്പം തൊട്ട് ആ ഓറഞ്ച് ക്രീം ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ എന്റെ വീട്ടിൽ അതല്ലേ. അല്ല, ഇതിപ്പോ നിങ്ങളുടെ വീഡിയോക്ക് വേണ്ടി പറയുന്നതല്ല. ഞാനത് നെല്ലറ എനിക്ക് ഇഷ്ടമുണ്ട് ബ്രാൻഡ്. അത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. ദോശ, പൊറോട്ട ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ഉണ്ട്. അല്ല, അതെന്തൊക്കെയാണെന്ന് അറിയില്ല. പക്ഷെ എല്ലാം കഴിക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മള് 4 പാക്കറ്റ് കാണാം.